ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ലവണ്ണം വഴറ്റിയെടുക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണിത്. പലരും പല രീതിയിലാണല്ലോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഞാൻ ചെയ്തെടുക്കുന്ന രീതിയാണ്. നിങ്ങളിതുപോലെയല്ല തയ്യാറാക്കുന്നെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ തയ്യാറാക്കി നോക്കിക്കോളൂ. കോവയ്ക്ക ഇഷ്ടമല്ലാത്തവർ വരെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ചൂട് കട്ടിയുള്ള ഒരു പരന്ന പാത്രം എടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണേലും ഒഴിക്കാം. ഇനി കുറച്ച് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടി വരട്ടെ. ഇനി കുറച്ച് ഏറെയായിട്ട് കോവയ്ക്ക വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കുറച്ചേറെ ഉണ്ട് ഇത്. കടുക് പൊട്ടിയ ഉടനെ തന്നെ കോവയ്ക്ക ആദ്യമേ ചേർക്കുക. ഞാൻ പറഞ്ഞല്ലോ കുഴഞ്ഞു വരാതെ ഞാൻ ചെയ്തെടുക്കുന്ന രീതിയാണെന്ന്. അപ്പം ഞാൻ കടുക് പൊട്ടിയ ഉടനെ തന്നെ ആദ്യമേ കോവയ്ക്ക ചേർക്കും. തീ എന്നിട്ട് കൂട്ടി വയ്ക്കും. തീ അങ്ങനെ കൂട്ടി വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ചേർത്ത് വെക്കുക. അതായത് തട്ടിപ്പൊത്തി വെച്ചിട്ട് മൂടി വയ്ക്കണം. കോവയ്ക്കന്ന് ഈ സമയത്ത് വളരെ കുറച്ച് അളവിൽ വെള്ളം ഉണ്ടാകും. പ്രത്യേകിച്ച് നല്ല മഴ സമയത്തുള്ള കോവയ്ക്കാണെങ്കിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് വെള്ളം കാണും. ആ വെള്ളം തീരുന്നിടം വരെ, അതായത് വറ്റുന്നിടം വരെ ഇതുപോലെ തീ കൂട്ടി വെച്ച് മൂടി വെക്കണം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് വീണ്ടും മൂടി വെക്കണം. ഏകദേശം 1-2 മിനിറ്റിനുള്ളിൽ ആ വെള്ളം വറ്റി വരും. ആ വെള്ളം വറ്റി വരുന്നിടം വരെ ഇതിൽ ഉപ്പ് അങ്ങനെയുള്ള ഒന്നും ചേർക്കരുത്. ഇതുപോലെ മൂടി വെച്ച് എടുക്കണം. ഇതുപോലെ ആദ്യമേ തന്നെ ഉപ്പ് ചേർത്തിട്ട് ഇതുപോലെ മൂടിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുഴഞ്ഞു പോകും. അതാണ് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി വീണ്ടും ഒന്നുകൂടെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിലിപ്പോൾ എണ്ണ പൊരിയുന്ന പോലെ പിരുപിരാന്നൊരു സൗണ്ട് ഇങ്ങനെ വരും. അതായത് വെള്ളം വറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ കാണുമ്പോൾ അറിയാലോ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി വേണം ഇതിൽ ചേരുവകൾ ചേർക്കാൻ. വെള്ളം വറ്റി. ഇനി ഇതിൻ്റെ തീ കുറച്ച് വയ്ക്കുക. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കുക. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇനി 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ് വറ്റൽമുളക് ചതച്ചത് ചേർക്കുക. വറ്റൽമുളക് ചേർക്കുന്നുണ്ടെങ്കിൽ പോലും 1-2 പച്ചമുളക് കീറിയിടുന്നത് നല്ലതാണ്. വളരെ കുറച്ച് മാത്രം കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് എരിവിനായിട്ട് ഉദ്ദേശമല്ല ചേർക്കുന്നത്. മെഴുക്ക് പുരട്ടി നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ അവസാനം ഒരു പ്രത്യേക കളറ് കിട്ടും. അതിനുവേണ്ടി ചേർത്താണ്. മുളക് പൊടി ചേർക്കുന്ന താല്പര്യം ഇല്ലാത്തവർക്ക് അത് മാത്രം വേണ്ടെന്ന് വെക്കാം. ബാക്കിയെല്ലാം ചേർക്കണം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കേണ്ടതാണ് സവാള. നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. പ്രത്യേകിച്ച് അളവൊന്നുമില്ല. കുറച്ചേറെ കറിവേപ്പിലയും ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഉപ്പൊക്കെ ചേർത്തത് കാരണം തീ കുറച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. തട്ടിപ്പൊത്തി വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്ക് 1-2 പ്രാവശ്യമൊക്കെ ഇളക്കിയിട്ട് വീണ്ടും ഇതുപോലെ മൂടി വെച്ച് കൊടുക്കണം. ഈ കോവയ്ക്ക മെഴുക്ക് പുരട്ടിക്ക് നീളത്തിൽ അരിഞ്ഞതെങ്കിൽ ലാസ്റ്റ് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേന് ഒരുപാട് കുരു വെളിയിൽ വന്നിരിക്കുന്നതായിട്ട് തോന്നാറുണ്ട്. വട്ടത്തിൽ അരിഞ്ഞിരിക്കുന്നെങ്കിൽ അത്രയും എനിക്ക് കുരു വെളിയിൽ വന്നതായിട്ട് തോന്നാറില്ല. ഇതിപ്പോൾ 2 പ്രാവശ്യത്തോളം ഞാൻ ഇളക്കി തട്ടിപ്പൊത്തി മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. കോവയ്ക്ക കുറഞ്ഞ തീയിലാണ് വെക്കേണ്ടത്. ഈ സമയത്തെല്ലാം നന്നായിട്ട് കോവയ്ക്ക വെന്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇത് മൂടി വയ്ക്കുകയൊന്നും വേണ്ട. ഒന്ന് ഇളക്കിയിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി ഇടുക. വീണ്ടും ഇളക്കുക. അങ്ങനെ വഴറ്റിയെടുക്കണം. ഇനി ഈ നിരത്തി ഇടുന്ന സമയത്ത് ചെയ്യേണ്ടത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. നിങ്ങൾ കടുക് താളിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചാൽ താളിച്ചതെങ്കിൽ ഈ സമയത്തും എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. കോവയ്ക്ക വെളിച്ചെണ്ണയിൽ തോരനും മെഴുക്കുവരട്ടിയൊക്കെ വെക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. കുഴിഞ്ഞ ചീനച്ചട്ടിയിലാണെങ്കിൽ ഇതുപോലൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് മഴക്കാലത്തുണ്ടാകുന്ന കോവയ്ക്കയിൽ വെള്ളം കൂടുതലായിരിക്കും. അത് അങ്ങനെയൊക്കെയുള്ള കോവയ്ക്കയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പരന്ന പാത്രത്തിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ 1-2 പ്രാവശ്യമൊക്കെ ഇതുപോലെ
ചെയ്ത് അതിൻ്റെ ആ വെള്ളം വറ്റുന്നതിൻ്റെയൊക്കെ ആ പരുവ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരന്ന ചട്ടിയായാലും കുഴിഞ്ഞ ചട്ടിയായാലും ഇതുപോലെ ഒട്ടാതെ ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് നേരത്തേന് ഒന്ന് നിരത്തിയിടുക, പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക, വീണ്ടും നിരത്തിയിടുക. അങ്ങനെ നിങ്ങൾക്ക് എത്രയും വഴറ്റിയെടുക്കുന്നത് ഇഷ്ടമാണോ അത്രയും നേരം നിരത്തിയിട്ട് എടുക്കുക. പിന്നെ കോവയ്ക്ക പറിച്ച ഉടനെ തന്നെ അരിയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒട്ടലുള്ള കറയുണ്ടായിരിക്കും അതിൽ. അത് ഇഷ്ടമില്ലാത്തവർ ഒറ്റ പ്രാവശ്യം വേണേൽ കഴുകാം. ഇത് അരിഞ്ഞതിന് ശേഷം ഒറ്റ പ്രാവശ്യം കഴുകി നല്ല കണ്ണി അകലമുള്ള അരിപ്പയിലിട്ട് വെള്ളം തോർന്നതിന് ശേഷം ഇതുപോലെ ചെയ്താൽ മതി. ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോവയ്ക്ക ഇഷ്ടപ്പെടാത്തവർ വരെ ഇഷ്ടപ്പെട്ടു പോകും. നല്ല ടേസ്റ്റാണ് ഈ ഒരു മെഴുക്ക് പുരട്ടി. ഇതിപ്പോൾ എൻ്റെ അളവിന് വഴന്നു വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി കോവയ്ക്ക വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.